അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ നബിദിനത്തിൽ നമുക്കൊപ്പം കൊടുവള്ളി കരയീറ്റുപറമ്പിൽ നിന്ന് VS രഞ്ജിത്തും ഒപ്പം തിരൂർ അയാത്തുൽ ഇസ്ലാം മദ്രസയിൽ നിന്ന് സോണൽ കൃഷ്ണയും തത്സമയം ചേരുന്നുണ്ട്. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഉത്രാട ദിനാശംസകൾ, നബിദിനാശംസകൾ. സോണൽ കൃഷ്ണ, ഹാപ്പി ഉത്രാടം, നബിദിനം. അപ്പോൾ VS രഞ്ജിത്ത്, ഉത്രാട ദിനത്തിൻ്റെ ഒരു ഉത്രാട പാച്ചിലേക്ക് ഇറങ്ങുന്നതേ ഉള്ളൂ. നബിദിനത്തിൻ്റെ ആഘോഷങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി ഉത്രാടപ്പാച്ചിലും നബിദിനവും ഒരുമിച്ച് വരുന്നുണ്ട്. നല്ല തിരക്കായിരിക്കുമല്ലേ മലബാറിലെ വഴികളിലും തെരുവുകളിലുമെല്ലാം? ഓക്കെ, രഞ്ജിത്തെ കേട്ടിരുന്നുവെങ്കിൽ രഞ്ജിത്ത്, നല്ല തിരക്കാണെന്ന് തോന്നുന്നു. രാവിലെ തന്നെ തയ്യാറെടുപ്പുകളുണ്ട്. ഉച്ചയോടുകൂടി തെരുവുകളിലും നബിദിന ആഘോഷ പരിപാടികൾ ഉണ്ടാവും. രാവിലെയൊക്കെ ചിലയിടങ്ങളിലേക്കൊക്കെ തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ട്. എന്താണ് പൊതുവെ അപ്പോൾ ഉത്രാടത്തിൻ്റെ വൈബും നബിദിനത്തിൻ്റെ വൈബും ഒരു ദിവസം? ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും ഇപ്പോൾ ചെറിയൊരു മഴയുണ്ട്. ആ മഴയിലും പക്ഷേ തളരാത്ത വിധത്തിൽ ഇന്ന് നബിദിനത്തിൻ്റെ ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഈ ദഫ്മുട്ടുകൾ ആണ്. നബിദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മൗലൂദാണ്. മൗലൂദ് എന്ന് പറഞ്ഞാൽ നബിയുടെ മദ്ഹ് പാടിക്കൊണ്ടുള്ള ഈ പറയുന്ന ദഫ്മുട്ടും പ്രാർത്ഥനകളും സ്വലാത്തും ഒക്കെ തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ചെറിയ കുട്ടികളാണ് ഇതിലൊക്കെ അണിനിരക്കുന്നത്. ദഫ്മുട്ടുണ്ടാവും, അതുപോലെ കോൽക്കളി ഉണ്ടാവും, അതുപോലെ ചെറിയ കുട്ടികൾ പലവിധ വേഷങ്ങളിൽ അവർ എത്തുകയും ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് കൊടുവള്ളിയിലെ കരീറ്റിപ്പറമ്പ് ജുമാ മസ്ജിദിനകത്തുള്ള അവിടുത്തെ ഈ നബിദിന റാലിക്കകത്താണ്. ഈ റാലി കടന്നു പോകുന്ന വഴികളിലൊക്കെ തന്നെ വലിയ സ്വീകരണമുണ്ടാവും, വലിയ ആൾക്കൂട്ടമുണ്ടാവും. അവരൊക്കെ തന്നെ ഈ റാലിയെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുക്കുന്ന ഒരു പതിവൊക്കെ ഈ ഭാഗത്തുണ്ട്. ഏതായാലും റാലി ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഈ റാലിയോട് ചേർന്ന് ധാരാളം കലാപരിപാടികളും അതോടൊപ്പം തന്നെ നബിയുടെ മദ്ഹ് പാടിക്കൊണ്ടുള്ള സ്വലാത്തുകളും ദിക്കറുകളും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ കരീറ്റിപ്പറമ്പ് ഒന്ന് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ EK വിഭാഗത്തിൻ്റെ പള്ളിയാണ്. തൊട്ടപ്പുറത്തെ AP വിഭാഗത്തിൻ്റെ പള്ളിയിലും സമാനമായി തന്നെ ഇത്തരത്തിൽ വലിയ ആഘോഷ യാത്രകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പള്ളികളിൽ ഇന്ന് ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടാവും. അതാണ് പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത്. നല്ല ഭക്ഷണം, നല്ല ബിരിയാണി വിതരണമൊക്കെ ഉണ്ടാവും. കുട്ടികളൊക്കെ, ഇവരൊക്കെ ദഫ് കളിക്കുന്ന ആളുകളാണ്. പലതരം കുട്ടികളുടെ, ചെറിയ കുട്ടികളാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. അസ്സലാമു അലൈക്കും. എന്താ പേര്? എന്താ പരിപാടി എന്ന് അറിയോ? എന്താ? നബിദിന അല്ലേ? അടിപൊളി. അപ്പോ ഇത്തരത്തിൽ വളരെ ചെറിയ കുട്ടികളാണ് ഈ റാലിയിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്. നല്ല കളർഫുള്ളായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവർ ഈ ഒരു ദിനം വലിയ ആഘോഷമാക്കി മാറ്റുകയാണ്. ഇസ്ലാമിൻ്റെ അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പിറന്നാൾ എന്നത് വലിയ ആഘോഷമാണ് സുന്നി വിഭാഗത്തിനിടയിൽ. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, താങ്ക് യു VS രഞ്ജിത്ത്. സോണൽ കൃഷ്ണയുണ്ട്. സോണൽ കൃഷ്ണയുള്ളത് തിരൂരിൽ അയാത്തുൽ ഇസ്ലാം മദ്രസയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുക. അപ്പോൾ സോണൽ, നബിദിനവും ഉത്രാട ദിനവും ഒരുമിച്ച് വരുമ്പോൾ ആഘോഷം ഇരട്ടിയാകുന്നു. തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെ? ഒരു ഉത്സവാന്തരീക്ഷമാണ് മൊത്തത്തിലല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കുട്ടികളൊക്കെ വലിയ ആവേശത്തിലാണ്. അവർ പല വേഷങ്ങളിലായിട്ട് അണിഞ്ഞൊരുങ്ങി വരുന്ന സാഹചര്യം. ഇന്ന് രാവിലെ അല്പം മഴയുണ്ടെങ്കിൽ പോലും ആ മഴയെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരും ഈ ആഘോഷ രാവിലാണ്. ഉത്രാടവും നബിദിനവും എല്ലാം തന്നെ ഒരുമിച്ച് വന്നതിൻ്റെ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ട്. എന്തായാലും ഈ മലബാറിലെ ഇടവഴികളെല്ലാം ആഘോഷമുഖരിതമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ഇടവഴികളിലും ഓരോ വീട്ടുകാരും മധുരവുമായി നിൽക്കുന്ന കാഴ്ച നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവർക്കും റാലിയിൽ ഏകദേശം 1000-ൽ കൂടുതൽ ആളുകൾ അണിനിരക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും മധുരം നൽകി അവരെ ഹൃദയത്തോട് സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. എന്തായാലും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ എല്ലാം മുഖരിതമായിരിക്കുന്നു. പ്രാർത്ഥനയുണ്ട്, മൗലീദുകളുണ്ട്, അങ്ങനെ എല്ലാം കൊണ്ടും മുഖരിതമായി മാറുന്നൊരു കാഴ്ച തന്നെയാണ് മലബാറിലെ ഇടവഴികളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. തിരൂർ വൈരങ്കോട് ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഓരോ ഇടവഴികളിലും ഈ യാത്ര ഇങ്ങനെ കടന്നു പോകും. അവിടെ എല്ലാം തന്നെ സ്വീകരണം ഏറ്റുവാങ്ങും. ദഫ്മുട്ടുണ്ട്, അതുപോലെ തന്നെ മാർച്ചുണ്ട്, മറ്റ് ഫ്ലവർ ഷോ ഉണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ കുട്ടികളുടേത് നമുക്കിവിടെ കാണാൻ കഴിയും. അതുകൂടാതെ
ആളുകൾ, രക്ഷിതാക്കളാകട്ടെ കുട്ടികളാകട്ടെ മദ്രസയിൽ നിന്ന് എല്ലാവരും ചേർന്ന് ഒരുമിച്ചുകൊണ്ട് കൈപിടിച്ചുകൊണ്ട് ഈ യാത്രയുടെ ഭാഗമായി മുന്നോട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച. ഒരു ഭാഗത്ത് ഉത്രാട പൂക്കളങ്ങൾ ഒരുക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. അവരെല്ലാവരും, സർവ്വമതരെല്ലാവരും ചേർന്നുകൊണ്ട് ഇവർക്ക് മധുരം നൽകി ഈ യാത്രയെ സ്വാഗതം ചെയ്യുന്ന കാഴ്ച അത് എത്രയും മനോഹരമായിട്ട് തന്നെയാണ് അരുൺകുമാർ നമുക്ക്. ഓക്കെ, താങ്ക് യു. സോണൽ കൃഷ്ണയാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ നബിദിനം കൂടിയാണ്. എത്ര വലിയ തിരക്കുകളുണ്ടെങ്കിലും അല്ലേ, ഒരു കൊച്ചുകുട്ടിയുടെ കളിപ്പാട്ടത്തെക്കുറിച്ച് പോലും നബിക്കുണ്ടായ ഒരു ആശങ്ക, അല്ലെങ്കിൽ നബി വിശേഷം അന്വേഷിക്കുന്നു എന്നതാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് പ്രാധാന്യമുണ്ടാവണം. കൊച്ചുകുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അവരോടൊപ്പം കുറച്ച് സമയം ഇരിക്കുക. അവർക്ക് വേണ്ടി കൂടി നിങ്ങളുടെ തിരക്കിൽ ഒരു സമയം കുറച്ച് പകുത്തു നൽകുക. അതാണ് ആ സ്നേഹം എന്ന് പറയുന്നത്. അതാണ് നബിദിനവും ഓർമ്മപ്പെടുത്തുന്നത്.